ഹായ് ഫ്രണ്ട്സ്, ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മുടെ പാൻറ്റിൻ്റെ ബാൻഡ് എങ്ങനെയാണ് ബാൻഡ് ഫിറ്റ് ചെയ്തെടുക്കുക എന്നുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതൊരു 32 ഇഞ്ച് അരവണ്ണമുള്ള പാൻറ്റാണ്. 32 ഇഞ്ച് അരവണ്ണമാണ് ഈ ഒരു പാൻറ്റ്. അപ്പോൾ വൺ സൈഡിൽ 16 ഇഞ്ച് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബാക്കിലത്തെ മാർക്കിൽ നിന്ന് നമ്മളിങ്ങനെ 1.5 ഇഞ്ച് ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് നമ്മളൊരു 3.25 ഇഞ്ച് ഇതൊക്കെ നമുക്കിങ്ങനെ മാർക്കിംഗ് ചെയ്യാം. ഇനി ഈ രണ്ട് മാർക്കുകളെയും ഇതുപോലെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമുക്ക് 11 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ നേർപകുതി 5.5 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു സൈഡും ഇതുപോലെ തന്നെ ചെയ്യുക. നമ്മളിത് ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇങ്ങനെ വെച്ചുകൊണ്ട് നമുക്കിവിടെ ഇങ്ങനെ ആക്കിയാൽ നമുക്ക് ഈ ഒരു സൈഡിലേക്കും നമ്മുടെ ചോക്ക് മാർക്ക് ഇതുപോലെ വന്ന് നിൽക്കും, ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ നമ്മുടെ പാൻറ്റിൻ്റെ ബാൻഡ് ഫിറ്റ് ചെയ്യുകയാണ്. ആദ്യം നമ്മൾ ഇതുപോലെ, അതായത് ബട്ടൺസ് ഒക്കെ വെക്കുന്ന ബാക്ക് പോക്കറ്റ് വരുന്ന ഈ ഒരു സൈഡിലെ നമ്മുടെ വലത് സൈഡിലുള്ള ബാൻഡാണ് നമ്മൾ ആദ്യം ഫിറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ഇതുപോലെ ബാൻഡ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ 4 ഇഞ്ചും പോയിന്റും തുന്നിയാണ് വിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബാൻഡിനെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കവർ ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഒരു പോയിന്റ് കൂടുതൽ ഇതുപോലെ തള്ളി വെച്ചുകൊണ്ട് വേണം ഇതുപോലെ നമ്മൾ മടക്കി എടുക്കുവാൻ വേണ്ടി. ഇങ്ങനെ ഒരു പോയിന്റ് ഈ ഒരു ക്യാൻവാസിനെ കവർ ചെയ്യുന്ന രീതിയിൽ മടക്കണം. കൂടുതലൊന്നും മടക്കരുത്, കാരണം വൃത്തി ഉണ്ടാവില്ല. ഇത് ഈ ഒരു പാൻറ്റിന് നമ്മളിവിടെ ഈ 1.5 ഇഞ്ച് നമ്മൾ ഈ ഒരു ബാൻഡിൽ മാർക്ക് ചെയ്യാറില്ല. അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മാർക്കിനെ ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊണ്ട് നമ്മൾ ബാക്കിൽ നിന്ന് കറക്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ തുടങ്ങുന്നത്. ഇനി നമ്മൾ ഈ ഒരു മാർക്കിംഗ് ചെയ്ത സ്ഥലത്ത് നമ്മളിങ്ങനെ നമ്മുടെ പാൻറ്റിൻ്റെ ബെൽറ്റ് ലൂപ്പ് ഇതുപോലെ വെച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പോക്കറ്റിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗത്ത് നമ്മൾ ഒന്ന് നല്ലവണ്ണം കെട്ടിയടിച്ചു കൊടുക്കുക. ഇതുപോലെ കെട്ടിയടിക്കുക. അതുപോലെ തന്നെ ഈ ഒരു മാർക്കിങ്ങിലും നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ ബെൽറ്റ് ലൂപ്പ് വെക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു സിബിനെ താഴ്ത്തി വെച്ചുകൊണ്ട് ഇവിടെ നമുക്കിങ്ങനെ ഇങ്ങനെ അടിച്ചെടുക്കാം. ഇനി നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ മടക്കി വെച്ചുകൊണ്ട് നമ്മൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ആവശ്യമില്ലാത്ത പീസുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. ഇവിടെ നമുക്ക് ഇതുപോലെ ഒരു സ്റ്റിച്ചിങ് കൊടുത്തുകൊണ്ട് മടക്കാവുന്നതാണ്. ഇങ്ങനെ വെച്ചുകൊണ്ട് ഇവിടെ ഇതുപോലെ ഈ ഒരു പീസിനെ നേരെ ഇങ്ങനെ നിവർത്തി വെച്ചുകൊണ്ട് ഇങ്ങനെ അടിക്കുക. ഈ ഒരു അടിക്കുന്ന സമയത്ത് നേരെ കുത്തനെ നമ്മൾ അടിക്കാറില്ല. നിങ്ങൾക്കിത് കാണാൻ കഴിയും. അല്പം ഉള്ളിലേക്ക് ഇങ്ങനെ ചെരിച്ചുകൊണ്ടാണ് നമ്മൾ അടിക്കുന്നത്. ഇങ്ങനെ, അതായത് നേരെ കുത്തനെയാണെങ്കിൽ നമുക്ക് ഇവിടെയാണ് സ്റ്റിച്ചിങ് വരേണ്ടത്. എന്നാൽ ഒരു പോയിൻ്റൊക്കെ നമ്മളിങ്ങനെ ഉൾവശത്തേക്ക് ചെരിച്ചുകൊണ്ടാണ് നമ്മൾ അടിക്കുന്നത്. ഇതിനെ നമ്മൾ ഇങ്ങനെ മറിച്ചിടുക. ഇതൊക്കെ നമ്മുടെ ഫിനിഷിങ്ങിന് വേണ്ടി ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളാണ്. ഇതൊക്കെ ഇതുപോലെ തന്നെ, കാരണം നമ്മുടെ പാൻറ്റിൻ്റെ ഫ്ലൈയുടെ ഭാഗം നമ്മൾ ഷേപ്പ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യാറ്. അപ്പോൾ ആ ഷേപ്പ് പോലെ തന്നെ നമുക്ക് എന്ത് കിട്ടണം, നമ്മുടെ ബാൻഡും കിട്ടണം. അല്ലെങ്കിൽ നമ്മൾ നേരെ അടിച്ചാൽ ബാൻഡ് ഇങ്ങനെ പുറത്തേക്ക് തള്ളി വരുന്നത് പോലെ കാണാൻ കഴിയും. ഇപ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ്ങോടുകൂടി നമ്മുടെ ആ ഷേപ്പിന് കണക്കായിട്ട് തന്നെ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ബാൻഡിനെ നമ്മളിങ്ങനെ കറക്റ്റ് പിടിക്കുക. ഇങ്ങനെ കറക്റ്റ് പിടിച്ചുകൊണ്ട് ഈ ഒരു രണ്ടാമത്തെ ലൂപ്പ് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടുള്ള ഈ ഒരു ലൂപ്പിൽ നിന്ന് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങുന്നു. ഇങ്ങനെ കറക്റ്റ് കവർ ചെയ്തുകൊണ്ട് ഇതുപോലെ ഇവിടെ മാത്രം അടിക്കുക. ഇങ്ങനെ ഇവിടെ മാത്രമാണ് നമ്മൾ അടിക്കുന്നത്. ഉണ്ടോ? ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അടിവശത്ത് കൂടുതൽ തുണിയൊന്നുമില്ലാതെ നല്ല വൃത്തിയോടുകൂടി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ അടിക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഈ ഒരു സിബിനെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് വെക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ ഇങ്ങനെ നമ്മുടെ പീസ് കറക്റ്റ് വെച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെയൊരു മാർക്കിംഗ് കൊടുക്കുക. നമ്മുടെ രണ്ടാമത്തെ ബാൻഡ് ഫിറ്റ് ചെയ്യാനുള്ളത് ഇവിടെ ഒരു കറക്റ്റ് മാർക്കിംഗ് കൊടുക്കുക. സിബിനെ ഇങ്ങനെ ഇറക്കി വെക്കുക. അതിനുശേഷം നമ്മുടെ ബാക്കിയുള്ള സിബിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ ഇവിടെയും നമ്മളൊരു ഇങ്ങനെ ഒരു ബാൻഡാണ് എടുത്തത്. ഈ ഒരു ബാൻഡിനെ നമ്മൾ ഇതുപോലെ തന്നെ കവർ ചെയ്തടിക്കുക. അതുപോലെ തന്നെ ഇത് നമ്മൾ ബാൻഡ് ഫിറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. ഈ ഫിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഒരു 1/4 ഇഞ്ച് ഷേപ്പ് ചെയ്ത് ഉള്ളിലേക്ക് ഷേപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ
ഈ ഒരു ക്യാൻവാസ് കട്ട് ചെയ്തിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇതിങ്ങനെ കാണാൻ കഴിയൂ, നേരെയല്ല. അപ്പോൾ നേരെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് വരേണ്ടത്, ഇവിടത്തേക്കാണ് നമ്മുടെ നേരെ വരേണ്ടത്. നമ്മൾ അല്പം ഇങ്ങനെ ഷേപ്പ് ചെയ്തുകൊണ്ടാണ് കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ തന്നെ കട്ട് ചെയ്യണം. ഇനി നമ്മൾ ഇത് ഫിറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഈ ഒരു മാർക്കിങ്ങിൽ കറക്റ്റ് വെച്ചുകൊണ്ട് ഫിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പോക്കറ്റിന്റെ ഇറക്കം വരുന്ന ഈ ഒരു സ്ഥലത്ത് നമ്മൾ നല്ലവണ്ണം കെട്ടിയടിക്കുന്നു. അവിടെ എപ്പോഴും കെട്ടിയടിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ പോക്കറ്റിലൊക്കെ കൈയിടുന്ന സമയത്ത് ഇവിടെ അല്പം താഴെ ഒരു സ്റ്റിച്ച് കൊടുത്താലും ഇവിടെ ടൈറ്റ് വരുന്ന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവിടെ കെട്ടിയടിക്കണം, അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് സ്റ്റിച്ച് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ 1.5 ഇഞ്ച് കറക്റ്റ് ഇവിടെയും നമ്മളൊരു ബാൻഡ് വെച്ച് ഈ ഒരു മാർക്കിംഗ് കറക്റ്റ് ആണോ എന്ന് നോക്കുക. അതിനുശേഷം നമ്മളിങ്ങനെ കറക്റ്റ് ചെയ്ത് അടിച്ചെടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഇവിടെ ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊണ്ട് ഈ ഒരു പീസിനെ നമ്മൾ ഇതുപോലെ തന്നെ നേരത്തെ ആദ്യ ഭാഗത്ത് അടിച്ചതുപോലെ തന്നെ ഇവിടെ ഇതുപോലെ ഇങ്ങനെ ക്രോസിൽ കറക്റ്റ് ചെയ്ത് പിടിക്കും. ഇങ്ങനെയൊന്നും കൂടുതൽ പിടിക്കാൻ പാടില്ല. ഇതുപോലെ കറക്റ്റ് ഇങ്ങനെ കറക്റ്റ് പോയിന്റ് വരുന്ന ഇതുപോലെ സൈഡ് വശത്ത് ക്യാൻവാസ് ഇങ്ങനെ കാണുന്ന രീതിയിൽ തന്നെ പിടിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് വൃത്തിയോടുകൂടി തയ്ച്ചെടുക്കാൻ കഴിയൂ. ഇത് ബാക്കിയുള്ള പീസ് നമുക്കിതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമ്മൾ ഇതിനെ ഇതുപോലെ ഇങ്ങനെ ക്യാൻവാസിന്റെ ഭാഗത്ത് ഇങ്ങനെ മടക്കുന്നു. അതിനുശേഷം നമ്മൾ ഇതിങ്ങനെ മടക്കി വെക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നല്ല കോണ്, നല്ല വൃത്തിയോടുകൂടി ഇവിടെ നമുക്ക് കോണ് കിട്ടും. കണ്ടോ, ഇതുപോലെ കിട്ടും. അപ്പോൾ നമ്മുടെ ഷേപ്പ്, അതായത് ഫ്രണ്ടിലുള്ള ഷേപ്പിനനുസരിച്ച് നേരെ ഇതുപോലെ തന്നെ നമ്മുടെ ബാൻഡും കയറി വരുന്നതാണ്. നമ്മൾ ഇവിടെ നേരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെങ്കിൽ ഇതിങ്ങനെ പുറത്തേക്ക് വരും. അപ്പോൾ ഇങ്ങനെ വരാൻ പാടില്ല, ഇതുപോലെയാണ് വരേണ്ടത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ഒരു പീസിനെ ഉള്ളിലേക്ക് നല്ലവണ്ണം കവർ ചെയ്തുകൊണ്ട് നമ്മൾ അയൺ ചെയ്ത് പ്രസ് ചെയ്ത ഭാഗത്തൂടെ ഇങ്ങനെ മടക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു പീസിൽ നമ്മൾ തുടങ്ങുന്നത് ഇവിടെ നിന്ന് ഈ ഒരു സ്ഥലത്തേക്കാണ്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കറക്റ്റ് ചെയ്തെടുക്കുക. ഇവിടെ മാത്രം സ്റ്റിച്ച് ചെയ്യുക. ഈ ഒരു 2 പീസിൻ്റെയും ഈ നമ്മൾ കാണിച്ചിട്ടുള്ള ഭാഗത്ത് മാത്രം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുക. ഇപ്പോൾ കണ്ടോ, നമ്മുടെ സിബ് നല്ല കറക്റ്റ് ലെവലിൽ പൊസിഷനിൽ വന്നു നിന്നിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെയാണ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഈ ഒരു ബാൻഡിൻ്റെ അളവൊക്കെ മാർക്ക് ചെയ്യാണ്. പാൻറ്റിൻ്റെ അരവണ്ണം മാർക്ക് ചെയ്യാണ്. അരവണ്ണം 32 ഇഞ്ചാണ്. അപ്പോൾ അതിന് നേർപ്പകുതി 8 ഇഞ്ച് വരും. ഇങ്ങനെ അപ്പോൾ 16 ഇഞ്ച് ഇതുപോലെ. ഓക്കെ, വൺ സൈഡിൽ 16 ഇഞ്ച് വരും. ഈ ഒരു 16 ഇഞ്ച് നമ്മളിവിടെ ഇങ്ങനെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ 16 ഇഞ്ച് മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട് വശത്ത് നമ്മുടെ ഇവിടെ ഇങ്ങനെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. കാരണം നമ്മൾ ബട്ടൺസ് ഒക്കെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് കൂടിയും കുറഞ്ഞു പോകാതിരിക്കുവാൻ വേണ്ടി കറക്റ്റ് ഇങ്ങനെ തന്നെ വന്ന് നിൽക്കുവാൻ വേണ്ടിയാണ് നമ്മളത് മാർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ 16 ഇഞ്ച് കറക്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. ഇതിനുശേഷം നമുക്ക് ആവശ്യമുള്ള പീസ് വെച്ച് ബാക്കിയൊക്കെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു പാൻറ്റിൻ്റെ ഇതുപോലെ പിടിക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗത്ത്, അതായത് നമ്മുടെ ഹോൾസ് വെക്കുന്ന ഭാഗമാണ് നമ്മൾ മുകളിലായി വെക്കുന്നത്. പാൻറ്റിൻ്റെ ബട്ടൺസ് വെക്കുന്നതിൻ്റെ അല്ല, ഫ്രണ്ടിൽ ഹോൾസ് അടിക്കുന്ന ഭാഗമാണ് വെക്കുന്നത്. ഇവിടെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് മടക്കി പിടിക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു മാർക്കിൽ ഇതുപോലെ ഒരു ചോക്ക് മാർക്ക് ഇങ്ങനെ കൊടുക്കുക. ഇനി ഈ ഒരു മാർക്കിങ്ങിനെ നമ്മൾ ഇതുപോലെ കറക്റ്റ് ഇവിടെ ടച്ച് ചെയ്തുകൊണ്ട് ഈ ഒരു പീസ് 2 പീസും ഇതുപോലെ കറക്റ്റ് ടച്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ വെക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം ഇവിടെ ഒരു റഫായിട്ട് ഒരു സ്റ്റിച്ചിങ് കൊടുക്കും. ആ സ്റ്റിച്ച് നമ്മൾ ഇവിടെ മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ. ഇങ്ങനെ അത് നമ്മുടെ ബാൻഡിന്റെ പൊസിഷനൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കുവാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ആ ഒരു പീസിന് നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വെക്കുക. നമ്മുടെ പാൻറ്റിൻ്റെ മുകളിലുള്ള അളവൊക്കെ കറക്റ്റ് ഒരേ രീതിയിൽ കിട്ടുന്നുണ്ടോ, തമ്മാമിൽ കയറി പോകാതെ നല്ല വൃത്തിയോടുകൂടി കറക്റ്റ് പൊസിഷനാണോ കിട്ടുന്നത് എന്നൊക്കെ നോക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മളിങ്ങനെ ഇവിടെ നിന്നാണ് നമ്മുടെ സ്റ്റിച്ചിങ് തുടങ്ങുന്നത്. ഈസി എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത്. നമ്മുടെ ഇൻസൈഡ് കൂട്ടുന്നത് റൗണ്ടിലാണ്. പാൻറ്റിൻ്റെ
ബോട്ടത്തിൽ നിന്ന് തുടങ്ങി സിബ് വശത്തുമെത്തി രണ്ടാമത്തെ കാലിൻ്റെ ബോട്ടത്തിലേക്ക് നീക്കി, അങ്ങനെയാണ് നമ്മൾ റൗണ്ടിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഇത് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കും. അതുപോലെ തന്നെ ഈ ഒരു മുകളിലേക്ക് വരുന്ന സ്റ്റിച്ച് അല്പം ഉള്ളിലേക്ക് കയറ്റാൻ പാടില്ല, നേരെയിൽ നിന്ന് കുറച്ച് പുറത്തേക്ക് വേണം ക്രോസ് ചെയ്തെടുക്കും. കാരണം ഇങ്ങനെ മടക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ അല്പം ഉള്ളിലേക്ക് സ്റ്റിച്ച് ചെയ്താൽ ഇതിങ്ങനെ ഉള്ളിലത്തെ പീസ് ടൈറ്റായി വരും. അപ്പോൾ നമുക്കത് ഇല്ലാതാക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കറക്റ്റ് ചെയ്ത് എടുക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കണം. മുകളിലേക്കുള്ള ഈ ഒരു സ്റ്റിച്ചിങ്, ഈ ക്യാൻവാസ് കഴിഞ്ഞതിന് ശേഷമുള്ള സ്റ്റിച്ചിങ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ഇതുപോലെ തന്നെ 2 സ്റ്റിച്ചിങ് കൊടുക്കുന്നു. ഇങ്ങനെ സ്റ്റിച്ചിങ് കൊടുക്കുക. ഇനി നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗം ഓവർലോക്കൊക്കെ ചെയ്തെടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നല്ലോണം അയൺ ചെയ്തുകൊണ്ട് ഇങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ട് വലിച്ചെടുക്കുക പാൻറ്റിനെ. അതിനുശേഷം നമ്മൾ ഇതുപോലെ വെച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു പീസിൻ്റെ നല്ല വശത്ത്, അതായത് നമ്മുടെ പോക്കറ്റ് വരുന്ന ഭാഗത്തല്ല, വലതുവശത്ത് ഇടതുവശത്തുള്ള ഭാഗത്തേക്ക് ഈ ഒരു പീസിനെ നല്ലവണ്ണം ഇങ്ങനെ മടക്കിയെടുക്കുക. ഇങ്ങനെ മടക്കിയെടുക്കുക. അതിനുശേഷം അതിൻ്റെ സൈഡിൽ കൂടി, അതായത് ഇടതുവശത്തെ പീസിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ സ്റ്റിച്ചിങ് കൊടുക്കുക. നമ്മുടെ റെഡിമെയ്ഡ് പാൻറ്റിനൊക്കെ ബാക്കിൽ വരുന്ന സ്റ്റിച്ചിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക. ഈ ഒരു ബാൻഡിനെ ഇതുപോലെ കവറിങ് ചെയ്ത് പിടിക്കുക. ഇതുപോലെ കറക്റ്റ് കവർ ചെയ്ത് പിടിക്കുക. ഇങ്ങനെ കറക്റ്റ് പിടിക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക. ഇവിടെ ഇത് അഴിച്ചെടുക്കാനുള്ളതാണ്. ഈ ഒരു സ്റ്റിച്ചിങ് ഇവിടെ കൊടുക്കുക. നമ്മുടെ തുണി തെന്നിമാറി പോകാതിരിക്കുവാൻ വേണ്ടി വെറുതെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നതേ ഉള്ളൂ. ഇത് കഴിച്ചെടുക്കാനുള്ളതാണ്. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു ബാൻഡിൻ്റെ ഉൾവശത്ത് നിന്ന് മാത്രമേ നമ്മൾ എപ്പോഴും പാൻറ്റിൻ്റെ ജോയിൻറ്റിങ് ഒക്കെ ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ കറക്റ്റ് ചെയ്തെടുക്കും. ഇതുപോലെ നമ്മൾ കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെയും നല്ല വൃത്തിയോടുകൂടി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് അഴിച്ചെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് ഉള്ളിലത്തെ പീസൊക്കെ കറക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ടൈറ്റൊന്നും അനുഭവപ്പെടാതെ അടിയിലത്തെ പീസ്, അടിവശത്തുള്ള പീസ് ടൈറ്റൊന്നുമില്ലാതെ നല്ല വൃത്തിയോടുകൂടി തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് ഇവിടെ നിന്ന് നമ്മുടെ ഈ ഉൾവശത്തുള്ള പീസൊക്കെ നല്ല കറക്റ്റ് ചെയ്ത് വെക്കുക. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റിച്ചിങ് ആരംഭിക്കുന്നത്. ഇങ്ങനെ ഇനി നമ്മൾ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് വരികയാണ്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെ നിർത്തി അതിനുശേഷം ഇങ്ങനെ വന്ന് ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ നമ്മുടെ ഈ ഒരു പാൻറ്റിൻ്റെ ഇതുപോലെ നമ്മുടെ, അതായത് നമ്മുടെ ലൂപ്പിനെ ഇതുപോലെ താഴ്ത്തിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ ഇതുപോലെ ഒരു ഇങ്ങനെ മടക്കി വെക്കുന്നു. അത് നമുക്ക് ആവശ്യമുള്ള, നമുക്ക് എത്രയാണോ വേണ്ടത് ആ ലെങ്ത്തിലേക്ക് ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഇതുപോലെ അടിഭാഗത്തേക്ക് ഇങ്ങനെ നീക്കി വെക്കാവുന്നതാണ്. യൂണിഫോം പാൻറ്റൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ വേണ്ടി വരും. കാരണം സ്കൂൾ ബെൽറ്റൊക്കെ വീതി കൂടുതലായിരിക്കും. ഇങ്ങനെ താഴ്ത്തി വെക്കുക. അതിനുശേഷം നമ്മളിങ്ങനെ നേരെ അടിച്ചെടുക്കുക. ഇവിടെ നല്ലവണ്ണം കെട്ടിയടിക്കുക ബാൻഡിന് മുകളിൽ. അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യുക. അതിനുശേഷം എല്ലാ ബെൽറ്റ് ലൂപ്പുകളും കറക്റ്റ് അളവിൽ വരുന്ന രീതിയിൽ ഇതുപോലെ മടക്കിക്കൊണ്ട് ബെൽറ്റ് ലൂപ്പിൻ്റെ മുകളിൽ നല്ലവണ്ണം കെട്ടിയടിച്ച് സ്റ്റിച്ച് ഉറപ്പിക്കേണ്ടതുണ്ട്. ഇതുപോലെ എല്ലാ ലൂപ്പുകളും കറക്റ്റ് ലൂപ്പിൻ്റെ ലെങ്ത്തൊക്കെ നമ്മളിത് സ്ഥിരമായിട്ട് ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു കറക്റ്റ് അളവ് കൊണ്ടാണ് നമ്മളിത് മാർക്ക് ചെയ്യാത്തത്.
നിങ്ങൾക്ക് അളവിലൊക്കെ വ്യത്യാസം വരികയാണെങ്കിൽ ഇതിൻ്റെ അളവൊക്കെ കറക്റ്റ് അളന്നുകൊണ്ട് തന്നെ വെക്കണം, ഒരുപോലെ തന്നെ വെക്കുക. ശേഷം ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു പീസിൻ്റെ ഉൾവശത്തേക്കും നല്ല കറക്റ്റ് ചെയ്തുകൊണ്ട് ഉള്ളിലേക്കൊക്കെ കറക്റ്റ് വെക്കണം. അതിനുശേഷം നമ്മളിങ്ങനെ ഇവിടെ താഴ്ത്തിയടിക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു സ്റ്റിച്ചിനെ ഇതുപോലെ ഈ ഒരു സ്ഥലത്തേക്ക് ഇതുപോലെ ഈ ഒരു ബാൻഡിൻ്റെ ഉള്ളിൽ മാത്രമായി നമ്മളിങ്ങനെ ഇവിടെ കൊണ്ടുപോയി മുട്ടിച്ച് അവിടെ നിർത്തുന്നു. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ നിങ്ങൾക്ക് കിട്ടും. കൂടുതലൊന്നുമില്ലാതെ കറക്റ്റ് തുന്നത്തുണി മാത്രമേ ഇവിടെയൊക്കെ വന്നിട്ടുള്ളൂ. ഇങ്ങനെയൊക്കെ ബാൻഡിൻ്റെ ഉൾവശത്ത് കിട്ടും. അതുപോലെ തന്നെ ഇനി നമ്മൾ ഈ ഒരു ഇതുപോലെ മടക്കി വെച്ചിട്ടുള്ള ലൂപ്പിനെ ഇതുപോലെ കറക്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഇതുപോലെ അടിക്കുക. അതായത് ഈ ഒരു സൈഡിൽ ഇതുപോലെ അടിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ബെൽറ്റിൻ്റെ ആ ഒരു ഫിനിഷിങ്ങും നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. നമ്മുടെ റെഡിമെയ്ഡ് പാൻറ്റിനൊക്കെ കാണുന്ന രീതിയിലുള്ള ബെൽറ്റാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാറ്. ഇനി ഇതുപോലെ നമ്മുടെ എല്ലാ പാൻറ്റിൻ്റെയും ഈ ഒരു സൈഡിൽ കൂടി ഈ എല്ലാ ബെൽറ്റിൻ്റെയും ഇതുപോലെ അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ ബാൻഡ് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെയാണ് കിട്ടുക. ഇതുപോലെ നിങ്ങൾക്ക് തയ്ച്ചെടുക്കാൻ കഴിയും. ഇതൊക്കെ കറക്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഹോൾസ് വെച്ചുകൊണ്ട് ഇവിടെ ബട്ടൺസ് ഫിറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മുടെ പാൻറ്റിൻ്റെ ബാൻഡ് ഭാഗം നമ്മൾ ഇതുപോലെയാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. പുതിയൊരു ടൈലറിംഗ് വീഡിയോയുമായി വീണ്ടും കാണാം.